നമസ്കാരം. കൃഷിദർശൻ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉൽപാദന വർധനവ് ലക്ഷ്യമിട്ട കൃഷി രീതികളാണ് നമ്മൾ അനുവർത്തിച്ചു പോരുന്നത്. എന്നാൽ ഉൽപാദന വർധനവ് ഏറെക്കുറെ നമുക്ക് ആർജിക്കാൻ സാധിച്ചു എന്നത് സത്യമാണ്. എങ്കിലും ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നു എന്ന ചർച്ച ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൃഷി ഒരു സസ്റ്റൈനബിളായിട്ട് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് ഉൽപ്പാദിപ്പിക്കണം. അതേസമയം അത് ആരോഗ്യത്തിന് ഹാനികരമാകരുത്. കർഷകന് ഇത് ലാഭകരമാകുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ച ഒറ്റ കൃഷി രീതി കൊണ്ട് സാധ്യമാകുമോ എന്നത് സംശയമാണ്. അപ്പോഴാണ് നമ്മൾ വിവിധ കൃഷി രീതികളെക്കുറിച്ചുള്ള അറിവ് കർഷകർക്ക് ആവശ്യമായി വരുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ ജൈവ കാർഷിക നയം അംഗീകരിച്ചു കഴിഞ്ഞു. അടുത്ത കാലത്തായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൃഷി രീതിയാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് അഥവാ ചെലവില്ല പ്രകൃതി കൃഷി എന്നറിയപ്പെടുന്നത്. അപ്പം ഈ കൃഷി രീതി എന്താണ് എന്ന് നമുക്ക് വിശദീകരിക്കാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാനത്ത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കുര്യനും അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ CA ഗോപാലകൃഷ്ണനുമാണ്. കൃഷിദർശന്റെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം, ഈ കർഷകർക്ക് പൊതുവെ ഈ കൃഷി രീതി കുറച്ച് പുതിയതാണ്. കുറച്ച് മീഡിയയിലൂടെയൊക്കെ നമ്മളിത് കേൾക്കുന്നു. കുറച്ച് പേരൊക്കെ ഇതിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകാം. അപ്പം പേര് കൊണ്ട് വളരെ ആകർഷണീയമാണ്. ചെലവില്ല എന്ന് പറയുമ്പോൾ കൃഷി നഷ്ടമാണെന്ന് ഒരു കൂട്ടർ പറയുന്ന സാഹചര്യത്തിൽ ഇത് വളരെ ആകർഷണീയമാണ്. അപ്പോൾ എന്താണ് ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രീ കുര്യൻ അതൊന്ന് വിശദീകരിക്കാമോ? ചെലവില്ലാ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക വശമല്ല. അതിനേക്കാളും ഉപരിയായിട്ടുള്ളത് നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അതൊരു വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് ഇതിൻ്റെ ഉപജ്ഞാതാവായ സുഭാഷ് പലേക്കർ നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കാട്ടിൽ ആരുടെയും ഇടപെടലില്ല. കാട്ടിലെ ഫലഭൂയിഷ്ഠത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ളതാണ്. അവിടെ ആരും വളമിടുന്നില്ല, പക്ഷേ അവിടെ എല്ലാം സമൃദ്ധമായിട്ടുണ്ടാകുന്നു, ആരോഗ്യത്തോടെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നുള്ള അന്വേഷണത്തിലാണ് അദ്ദേഹം ഈ കൃഷി രീതി ഡെവലപ്പ് ചെയ്തെടുത്തത്. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, കാട്ടിലെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അത് നമുക്ക് കൃഷിയിടത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ഒരു സാങ്കേതികതയാണ് അദ്ദേഹം, അതിന് പ്രധാനമായിട്ട് അദ്ദേഹം എടുക്കുന്ന ടൂളാണ് നാടൻ പശു എന്ന് പറയുന്നത്. ഒരു നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് 30 ഏക്കർ വരെ നമുക്ക് കൃഷി ചെയ്യാം. മറ്റ് വിഷങ്ങളോ വളങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴും അത് വളരെ ആകർഷണീയമായിട്ടാണ് തോന്നുന്നത്. ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ ഏതാണ്ട് വലിയ ചെലവില്ലാതെ കൃഷി ചെയ്യാം. അപ്പം നമ്മൾ വലുതായിട്ട് മുടക്കുന്നില്ല. അപ്പോൾ കിട്ടുന്നത് ലാഭം എന്ന് കരുതാനേ കഴിയുമോ? അതോ ഈ കൃഷി ലാഭകരമാണോ? കർഷകന് ഇത് അവന്റെ ഒരു തൊഴിലായി വരുമാന മാർഗമായി അനുവർത്തിക്കാൻ കഴിയുമോ? ഉൽപാദന വർധനവ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വേണ്ടത്ര ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ ഈ കൃഷി രീതിയിലൂടെ? ശ്രീ ഗോപാലകൃഷ്ണൻ ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. പിന്നെ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നന്നാവുക, അദ്ദേഹം പറയുന്നൊരു കാര്യം അതാണ്. നമ്മുടെ മണ്ണ് നശിച്ചിട്ടുണ്ട്, അപ്പോൾ ആ മണ്ണിനെ വീണ്ടെടുക്കുക. അതോടൊപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന വിത്ത് നന്നാക്കിയെടുക്കുക. അത് ഓരോ തവണ ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴും വിത്തും നന്നാവും, മണ്ണും നന്നാവും. അതിനനുസരിച്ച് വിളവും കൂടിക്കൊണ്ടിരിക്കും. അപ്പം അത് ഞാൻ നെൽകൃഷിയിലാണ് ഇത് കൂടുതലായിട്ട് താല്പര്യമെടുത്ത് ചെയ്തിരുന്നത്. ഞാൻ ചെയ്തിരുന്ന ഒരു പാൽത്തൊണ്ടി എന്ന് പറയുന്ന ഒരു ഇനം നെല്ല് ഇപ്പം ഈ കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് എനിക്ക് ഇപ്പം ഒരു കിൻഡൽ നെല്ല് കുത്തിയാൽ 75% വരെ ഈൽഡ്, അതായത് ഔട്ടൈൻ കിട്ടിയിട്ടുണ്ട്. തുടക്കത്തിൽ അത്രയും ഉണ്ടായിരുന്നില്ല, 70-ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു വലിയ മാറ്റമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ കൃഷിയിൽ ഉറച്ചു നിൽക്കുന്നതിനൊരു കാരണം. അപ്പോൾ ഈ കൃഷി രീതി ഈ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണല്ലോ. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഇത്തരം കൃഷി രീതി വ്യാപകമായിട്ട് ആൾക്കാർ, കർഷകർ പിന്തുടരുന്നത്? അല്ലെങ്കിൽ എവിടെയൊക്കെ ഇത് കാണാൻ കഴിയുന്നുണ്ട്? എത്ര വർഷമായിട്ട് നമുക്കിത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ? 2008 ആദ്യമായിട്ട് പലേക്കറുടെ ഒരു വർക്ക്ഷോപ്പ് കേരളത്തിൽ വരുന്നത്. അത് പാലക്കാടുള്ള ഒരു പീപ്പിൾസ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സോഷ്യൽ വിങ് ആയിരുന്നു. അതിനുശേഷം മിക്കവാറും എല്ലാ വർഷവും 1-2 വർക്ക്ഷോപ്പ് വീതം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മിക്കവാറും കോർഡിനേഷൻ ഞങ്ങൾ ചുമതലയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ആവറേജ് ഒരു
ക്യാമ്പിൽ 500 മുകളിലോട്ടുള്ള ആൾക്കാർ പങ്കെടുക്കും. അതിലൊരു 10-15 പേരായിരിക്കും ഒരു വർക്ക്ഷോപ്പ് കഴിയുമ്പോഴത്തേക്ക് നേരെ ഈ കൃഷിയിലേക്ക് വരിക. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു നേട്ടം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വർക്ക്ഷോപ്പ് കഴിയുമ്പോഴത്തേക്കും ആ പ്രദേശത്ത് നാടൻ പശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലുണ്ടാകാറുണ്ട്. ഇപ്പം കേരളത്തിലിപ്പം ഏകദേശം മിക്കവാറും എല്ലാ ജില്ലകളിലും ആവറേജ് ഒരു 1000 പശു വീതം വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. കൃഷിയുടെ ആവശ്യത്തിനുള്ള വളം അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാടൻ പശുക്കളെ ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് നാടൻ പശു, അല്ലെങ്കിൽ നിങ്ങൾ നാടൻ പശുക്കളെ റെക്കമെൻഡ് ചെയ്യുന്നത്? കേരളത്തിലെ മാത്രമാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഉള്ളതുണ്ടോ? കൃഷിക്ക് വേണ്ടി നാടൻ ഇനങ്ങളിൽ പെട്ട എല്ലാ പശുക്കളെയും ഉപയോഗിക്കാം. നാടൻ പശുക്കളായിട്ടുള്ള, അതിപ്പോൾ കേരളത്തിലാണ് ഈ വെച്ചൂരാണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേര്, നമുക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷേ ഒരു വെച്ചൂർ പശുവിനെ കിട്ടണമെങ്കിൽ ഒരു കർഷകന് സാധ്യമല്ല, സാധാ കർഷകന് സാധ്യമല്ല. പക്ഷേ കാസർഗോഡ് ഡോർഫ് ഇനത്തിൽപ്പെട്ട ഒരുപാട് പശുക്കൾ ആണ് ഇപ്പം കേരളത്തിലോട്ടായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയനാട് ജില്ലയിൽ ആദിവാസികളുടെ കൈവശം ധാരാളം നാടൻ പശുക്കളുണ്ട്. അത് ഞങ്ങൾ ആ ഇനം ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ അതിനെ പേരിട്ട് വിളിക്കുന്ന വയനാടൻ പശു എന്ന് പറയുന്നുണ്ട്. അത് അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. വയനാട്ടിനെ സംബന്ധിച്ചുള്ള അത് പ്രശ്നമില്ല. പിന്നെ കോട്ടയത്താണെങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ചെറുവള്ളി പശുക്കളുണ്ട്. ഹൈ റേഞ്ച് ഡോർഫ് എന്ന് പറയുന്ന ഇനങ്ങളുണ്ട്. മലനാട് ഗിഡ്ഡ, പിന്നെ വടകര ഡോർഫ്, ഇതൊക്കെ വളരെ നാമമാത്രമായിട്ടുള്ള പശുക്കളാണ് പലയിടത്തും. പക്ഷെ കൂടുതൽ ഇന്ന് കർഷകർക്ക് കിട്ടുന്നത് ഈ കാസർഗോഡ് ഡോർഫാണ്. അപ്പൊ നമുക്ക് ഈ എന്തുകൊണ്ട് നാടൻ പശുക്കൾ മാത്രം, അല്ലെങ്കിൽ നാടൻ പശുക്കളുടെ ചാണകം മാത്രം ഉപയോഗിക്കുന്നു എന്ന കാര്യങ്ങളിലെ ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കോളുണ്ട്. കോൾ എടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഹലോ. ഹലോ, എന്റെ പേര് അഷ്നില, ഞാൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നു. അഷ്നില, സ്വാഗതം കൃഷിദർശനിലേക്ക്. ചോദിച്ചോളൂ. ഈ വാഴകൃഷിയിൽ ഈ ചെലവില്ലാ കൃഷി പറഞ്ഞത് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താം? വാഴകൃഷിയിലെ ചെലവില്ലാ കൃഷി രീതിയെ കുറിച്ചാണ് ചോദ്യം. ശ്രീ ഗോപാലകൃഷ്ണൻ. പിന്നെ വാഴകൃഷി ചെയ്യുമ്പോൾ നമ്മളിന്ന് നാട്ടിൽ കണ്ടുവരുന്നത്, ഇപ്പൊ ഒരാൾ 100 വാഴ വെക്കാൻ വിചാരിച്ചാൽ ആ 100 വാഴ മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അതെ. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് എല്ലാം ചെത്തി വെടുപ്പാക്കി ആ വാഴ മാത്രമാണ് നമ്മൾ, ആ വാഴക്കൊല മാത്രമാണ് നമ്മുടെ ലക്ഷ്യം വെക്കുന്നത്. പക്ഷെ പലേക്കർ കൃഷിയിൽ അല്ലെങ്കിൽ പ്രകൃതി കൃഷിയിൽ നമ്മൾ വാഴയോടൊപ്പം ആദ്യ വിളവ് എന്നുള്ള നിലയ്ക്ക് വളരെ പെട്ടെന്ന് വിളവെടുക്കാവുന്ന ചീര വിതയ്ക്കുക, അല്ലെങ്കിൽ ചീര നടുക. അതോടൊപ്പം കുറച്ചുകൂടി കഴിഞ്ഞ് വിളവെടുക്കാവുന്ന വെണ്ട, അതുപോലുള്ള മുളക്, ചേമ്പ് തുടങ്ങിയ ഇടവിളകളെല്ലാം ചെയ്യണം കർഷകർ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെലവിന് വേണ്ടി വരുന്ന വരുമാനം ഈ ഇടവിള കൃഷിയിൽ നിന്ന് ലഭിക്കുകയും മുഖ്യവിളയായ വാഴകൃഷി ലാഭമായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു അർത്ഥത്തിലും പല ഈ കൃഷിയെ ചെലവില്ലാ പ്രകൃതി കൃഷി എന്ന് വിളിക്കുന്നതിന്റെ ഇങ്ങനെ ഒരു അർത്ഥം കൂടി നമുക്ക് കാണാം. അതിന് തുടർന്നും കേൾക്കുക അശ്വ. നമുക്ക് നമ്മൾ ഈ ചോദ്യത്തിന് മുൻപേ സംസാരിച്ചു വന്നത് നാടൻ പശു ഈ കൃഷിക്ക് അനിവാര്യമാണ് എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ നാടൻ പശു നമ്മുടെ നാട്ടിൽ ഇപ്പം വളരെ എണ്ണത്തിൽ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു പരക്കം പാച്ചിൽ ഉണ്ട് എന്നുള്ളതും സത്യമാണ്. എന്തുകൊണ്ടാണ് നാടൻ പശു, മറ്റു പശുക്കളുടെ ചാണകം ഇതിന് കഴിയില്ല എന്ന് ഈ കൃഷി രീതിയിൽ നിർബന്ധം പിടിക്കുന്നത്? അത് ഒരു ശാസ്ത്രീയ അടിസ്ഥാനത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ചൈന, ഇന്ത്യ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക മുതലായ രാജ്യങ്ങളിൽ ബോസ് ഇൻഡിക്കസ് എന്ന് പറയുന്ന ആ സ്പീഷീസിൽ പെടുന്നതാണ് നാടൻ പശു എന്ന് പറയുന്നത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റേത് സങ്കരയിനം അല്ലെങ്കിൽ മറ്റുള്ളത് ബോസ് ടോറസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ചാണകം, മൂത്രം, ചാണകം എല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും ക്വാളിറ്റിയിൽ. അതുകൊണ്ടാണ് നമ്മൾ നാടൻ പശുവിൻ്റെ 1 ഗ്രാം ചാണകത്തിൽ 500 കോടി വരെ, 300 കോടി മുതൽ 500 കോടി വരെ സൂക്ഷ്മാണുക്കളുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അദ്ദേഹം മനസ്സിലാക്കിയതാണ്. അതേസമയത്ത് അത് മറ്റ് സങ്കരയിനം പശുക്കളിൽ അത് 1 കോടിയിലും താഴെയായിരിക്കും, ലക്ഷക്കണക്കിനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മറ്റൊരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, നാടൻ പശുക്കളുടെ ചാണകത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് അത്രയും തന്നെ നമ്മുടെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടിക്ക് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നു, മറ്റേത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെയൊക്കെ സൂക്ഷ്മതലത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഈ ഒരു വേദിയിൽ അതിനുള്ള സമയം പോരാത്തതുകൊണ്ട് നമ്മളത് വിടുക. ഒരു പക്ഷേ ഈ ഇത് സംബന്ധിച്ച ഒരുപാട് ഗവേഷണങ്ങൾ, ഒരു കാർഷിക
മൃഗസംരക്ഷണ മേഖലയിലെ വിദഗ്ധരും കർഷകരും ഒക്കെ ചേർന്നുള്ള ഗവേഷണങ്ങൾ കുറച്ചുകൂടി നടക്കേണ്ടിയിരിക്കുന്നു എന്നും തോന്നുന്നു. അത് അറിഞ്ഞുകൊണ്ടല്ലോ ഈയിടെ ഒരു ഡോക്ടർ, ആനിമൽ ഹസ്ബൻഡറിയിലുള്ള ഒരു ഡോക്ടർ മുഹമ്മദ് വെച്ചൂർ പശുവിന്റെ പാലിനെ സംബന്ധിച്ച ഒരു ഗവേഷണം, ചാണകത്തിലും മൂത്രത്തിലും ഒക്കെ. അപ്പൊ അത് ഇപ്പൊ നമ്മള് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അവയുടെ ചാണകവും മൂത്രമാണ്. എന്തൊക്കെയാണ് നിങ്ങൾ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കി ഇതിന്റെ കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ നിർബന്ധിക്കുന്നത്? അത് ഇപ്പൊ സാധാരണ ചെയ്യുന്നത് ഈ ഫലകൃഷിയുടെ 4 ഘട്ടങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് നാടൻ പശുവിന്റെ ചാണകം, മൂത്രം, പിന്നെ കൃഷിയിടത്തിൽ രാസവസ്തുക്കളൊന്നും കലരാത്ത ഭാഗത്തു നിന്നുള്ള ഒരു പിടി മണ്ണ്, ഒരു 50 ഗ്രാം ചുണ്ണാമ്പ്, അതൊരു 20 ലിറ്റർ വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് 24 മണിക്കൂർ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് തയ്യാറായി. അതിനകത്ത് വിത്ത് പരിചരണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ പൊതുവെ കേരളത്തിൽ മഴ കൂടുതലുള്ള കാലഘട്ടങ്ങളിലെല്ലാം മണ്ണിൽ അസിഡിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഈ അസിഡിറ്റിയെ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് ഈ പരിചരണത്തിലൂടെ വിത്തിനോ ചെടിക്കോ സാധിക്കും. അതാണ് ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഘനജീവാമൃതം ഉണ്ടാക്കലാണ്. അതും ഇതേപോലെ തന്നെ ഘനജീവാമൃതം ഉണ്ടാക്കി അതൊരു പിടിയിടുന്നു. എന്നിട്ടാണ് ഈ തൈകൾ നടന്നത്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ജീവാമൃതം എന്ന് പറയുന്നൊരു ഘടകമാണ്. അത് ഉണ്ടാക്കി പിന്നെ ഈ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ഉള്ള ഘട്ടങ്ങളിലെല്ലാം ഓരോ വിത്തിന്റെയും പ്രായത്തിനനുസരിച്ച്, ആ ചെടിയുടെ പ്രായത്തിനനുസരിച്ച്, ഇപ്പോൾ ഒരു 45 ദിവസം കൊണ്ട് വിളവെടുക്കുന്ന ചെടിയാണെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ ഇതിനെ ഉണ്ടാക്കി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 45 ദിവസം കൊണ്ട് ഇതിന്റെ ക്രമീകരണം നടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വിളവ് കിട്ടും. പിന്നെ ഉള്ളതൊന്ന് പൊതയിടലാണ്. ഈ ജീവാമൃതം പ്രയോഗിക്കുമ്പോൾ കൃത്യമായൊരു പൊതയിട്ടിരിക്കണം. പൊതയിടാൻ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള ജൈവവസ്തുക്കൾ മതി. അതുകൊണ്ട് പൊതയിട്ട് ഈ സൂക്ഷ്മമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ജീവാണുക്കൾക്കും മണ്ണിരകൾക്കും പ്രവർത്തിക്കാൻ വേണ്ടുന്ന സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. ആ പൊതയിടലിൽ ആണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പലരും അത് പാലിക്കാത്തതുകൊണ്ടാണ് ഈ കൃഷി പരാജയപ്പെടുന്നത്. പ്രധാനമായിട്ട് അതിന് കൃത്യമായിട്ട് പൊതയിടാൻ വേണ്ടുന്ന വസ്തുക്കൾ ലഭ്യമല്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം അതിന് പറയുന്നൊരു കാര്യം, ഈ വാഴ നേരത്തെ പറഞ്ഞ പോലെ വാഴ കൃഷിക്കകത്ത് ഇടവിള കൃഷി കൊണ്ട് പൊതയാക്കാം. അതാണ് ഇതിൽ ഒരു പ്രധാന ഘടകം. ലൈവ് മൾച്ചിങ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇതിലേക്ക് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അപ്പം ഇടവിള കൃഷിയിൽ നിന്ന് ആദായം കിട്ടുന്നത് കൂടാതെ പ്രധാന വിളയായ വാഴയ്ക്ക് പൊതിയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ചർച്ച തുടരാം. അതിനിടയ്ക്ക് നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഞാനേ ഒരു കൃഷിക്കാരനാണ്. പേര് പറയോ? അബ്ദുൽ വാഹിദ്. എവിടുന്നാണ്? കൊല്ലം. ചോദിച്ചോളൂ. അബ്ദുൽ വാഹിദ്, കൊല്ലം. ചോദ്യം ചോദിച്ചോളൂ. കൊല്ലം ഡീസന്റ് മുക്ക്. ഞാൻ കുറെ വർഷം കൊണ്ട് കൃഷിയാണ്. പറഞ്ഞോളൂ, പെട്ടെന്ന് പറയൂ. കരളുള്ള മണ്ണില് കൃഷി ചെയ്തനൊക്കെ വലിയൊരു ഗുണം കിട്ടുന്നില്ല. കരളില്ലാത്ത മണ്ണില് കൂടുതൽ വിളവ് കിട്ടുന്ന, കരളുള്ള മണ്ണില് കുറവും കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഏതാണ് അനുയോജ്യമായ മണ്ണ് ഒന്ന് തരം തിരിച്ചു തന്നിരുന്നേ നല്ലതായി. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് ആണ്. അത് പ്രചരിപ്പിക്കുന്ന 2 വ്യക്തികൾ മാത്രമാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമുക്ക് കൃഷിയുടെ വളരെ വിശദമായ ചർച്ചകൾ ഇന്നിവിടെ സാധ്യമല്ല. ഈ ചർച്ച തുടർന്നും കേൾക്കും. അതിനകത്തെ അല്ല, അത് വേണ്ട, എനിക്ക് ഇതൊന്ന് കൺഫേം ചെയ്ത് കിട്ടിയാൽ മതി. ചരപ്രദേശത്തും ഈ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ചെയ്യാമോ? അതിന്റെ സാധ്യതകളെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം. തീർച്ചയായിട്ടും. ഈ ചരലുള്ള മണ്ണിലാണെങ്കിലും നമുക്ക് കൃഷി ആ മണ്ണിന് അനുകൂലമായിട്ട് ചെയ്യാവുന്ന കൃഷി ഇനങ്ങളുണ്ട്. അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സീറോ ബഡ്ജറ്റിന്റെ ടെക്നിക്സ് അനുവർത്തിച്ചാൽ വളരെയധികം റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ഏത് മണ്ണിലും ചെയ്യാവുന്നതാണ് എന്നാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ കൃഷി രീതിയിൽ പശുവിന്റെ ചാണകവും മൂത്രമൊക്കെ ഉപയോഗിച്ചുള്ള വളം ഉപയോഗിക്കുന്നു, അല്ലെ ജീവാമൃതം, ബീജാമൃതം ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്കറിയാം മറ്റ് രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക പ്രവൃത്തികൾക്കിടയിലാണ് നമ്മളിപ്പോൾ ഈ കൃഷി രീതി അനുവർത്തിക്കുന്നത്. അപ്പം സ്വാഭാവികമായും കീടങ്ങളുടെ ആക്രമണം ഈ വിളകൾക്കും
ഉണ്ടാകാൻ സാധ്യതയില്ലേ? അപ്പോൾ അതിനെന്ത് ഒക്കെയാണ് നിങ്ങളുടെ കൃഷി രീതിയിൽ നിങ്ങൾ തുടർന്നു വരുന്നത്? പ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ നല്ല രീതിയിൽ കൃഷി തുടങ്ങുകയാണെങ്കിൽ, സീറോ ബേസിലാണെങ്കിൽ ഉള്ളൊരു പ്രത്യേകത, അദ്ദേഹം നമ്മൾ കൃത്യമായിട്ട് അത് പാലിച്ചുകൊണ്ട് ചെയ്തു തുടങ്ങുമ്പോഴും കൃത്യമായിട്ട് ജീവാമൃതം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടും പ്രകൃതിയാൽ തന്നെ ഉള്ള ഒരു കരുത്തോടു കൂടിയാണ് ഈ ചെടികൾ വളരുന്നത്. അതായത് ഒരു സസ്യത്തിന് വേണ്ട മൂലകങ്ങളെല്ലാം ലഭ്യമാക്കി കൊടുക്കുന്നത് പുറമേ നിന്നുള്ള ഫീഡിങ് കൊണ്ടല്ല, പിന്നെ കൃത്യമായിട്ടും മണ്ണിൽ നിന്ന് തന്നെ ചെടികൾ ആവശ്യമുള്ളത് ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെടികൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുന്ന പ്രവർത്തനം മണ്ണിരകളും പിന്നെ സൂക്ഷ്മ ജീവാണുക്കളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരുന്ന ഒരു ചെടിക്ക് സ്വാഭാവികമായിട്ടും പ്രതിരോധ ശക്തി കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ചെടിയെ കീടങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഗുണകരമായിട്ടുള്ളൊരു വശം അതാണ്. പിന്നെ കീടങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ കീടങ്ങളെ തുരത്താനുള്ള, കൊല്ലാനല്ല, മാറ്റി വിടാനുള്ള, അതായത് ഇപ്പോൾ ഒരു പയർ പൂക്കുന്ന സമയത്ത് ആ പയറിന്റെ പൂവിന്റെ സുഗന്ധം കേട്ടിട്ടാണ് ചെടിയെ ആക്രമിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ ചെടിയിൽ മറ്റ് ഈ കീടങ്ങൾ വരുന്നത്. ആ സമയത്ത് ആ പയറിന്റെ പൂവിന്റെ സുഗന്ധം മാറ്റുന്ന തരത്തിൽ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കി തളിച്ചു കഴിഞ്ഞാൽ ആ ജീവി അതിൽ നിന്ന് അകന്നു പോകും. അതുപോലുള്ള ഒരു ടെക്നിക്കാണ് ഈ കൃഷിയിൽ ഉടനീളം നമ്മൾ അനുവർത്തിക്കുന്നത്. ജൈവ കീടനാശിനി എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണെന്ന് കൂടി ഒന്ന്? അത് കൃഷിയിടത്തിൽ ഉള്ള ഏതെങ്കിലും ഇപ്പോൾ ദശവർണി കഷായം എന്ന് പറയുന്ന അദ്ദേഹം പറയുന്ന ഒരു കഷായം നമുക്ക് തന്നെ കൃഷിയിടത്തിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അതിന് പറമ്പിലുള്ള ഏതെങ്കിലും ഒരു 10 തരത്തിലുള്ള ഇലച്ചെടികളുടെ മരങ്ങളുടെ ഇലകൾ, അപ്പോൾ ചിലത് എരിവുള്ളതാവാം, ചിലത് പാലുള്ളതാവാം, ചിലത് ചവർപ്പുള്ളതാകാം, ചിലതിൽ പുളിയുള്ളതാകാം. അങ്ങനെയുള്ള പല ചെടികളുടെ ഇലകൾ ശേഖരിച്ച് ഗോമൂത്രത്തിൽ ഡ്രമ്മിൽ വെച്ച് സൂക്ഷിച്ച് ഒരാഴ്ച കാലം സൂക്ഷിച്ച് അത് അരിച്ചെടുത്ത് നേരിട്ട് ചെടികൾക്ക് തളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരുപാട് രോഗങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അന്നേരം തന്നെ പരിഹാരം കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തു വരുന്നുമുണ്ട് ധാരാളം ആളുകൾ. അതുപോലെ ചുക്കാസ്ത്രം എന്ന് അത് പറയുന്ന ചുക്കുകൊണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാകുന്ന ചുക്ക് പൊടിച്ച് ഗോമൂത്രത്തിൽ കലർത്തി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇങ്ങനെ ഓരോന്ന് അതാ കൃഷിയിടത്തിൽ എന്താണ് ആവശ്യമെന്ന് കർഷകൻ തിരിച്ചറിയലാണ്. അത് ഇത്തരം ഒരു വേദിയിൽ പറഞ്ഞ് ഇതാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചൊരു അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. നമുക്ക് മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ശരണ്യനെ വിളിക്കുന്നത്. പേര് പറയൂ. ഒരു സംശയം, പാലക്കാട്. ഓക്കെ, ചോദിച്ചോളൂ. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചെലവില്ല കൃഷി രീതി എന്ന് പറയുന്നത് നമുക്ക് ചാണകം കൊണ്ട് മാത്രമാണോ പറ്റുള്ളൂ? നമുക്ക് മണൽ കമ്പോസ്റ്റ് വഴി ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? മണൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അപ്പൊ ചെലവില്ല കൃഷിയുടെ ഉപയോഗിക്കേണ്ട വളങ്ങളെ കുറിച്ച് നോക്കണം. അപ്പൊ മണ്ണിര കമ്പോസ്റ്റ് ആകാമോ എന്നാണ് ചോദ്യം. മണ്ണിര കമ്പോസ്റ്റ് ഇതിന് ആവശ്യമില്ല. പ്രധാനമായിട്ടും നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ചവറ് തിന്നുന്ന, അതായത് നമ്മുടെ കൃഷിയിടത്തിൽ ജൈവ വസ്തുക്കളായിട്ട് ജൈവ അംശമായിട്ട് ചേരേണ്ട ജൈവ വസ്തുക്കളെ തിന്നുന്ന മണ്ണിന്റെ ഉപരിതലത്തിൽ മാത്രം വരുന്ന പ്രത്യേകിച്ച് ഇറക്കുമതി ചെയ്ത മണ്ണിരകൾ ചവറിരകളാണ് ശരിക്കും ഈ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത്. അതൊരിക്കലും എർത്തുവേം ഇനത്തിൽപ്പെടുന്നതല്ല. പലകൃഷിയിലും അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം, ഇത്തരം മണ്ണിര കമ്പോസ്റ്റിനകത്ത് വിവിധ തരം ധാതുക്കൾ, മനുഷ്യ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള ലെഡ് പോലുള്ള ഒരുപാട് ധാതുക്കളുണ്ട്, ഘനവസ്തുക്കളുണ്ട്. അപ്പൊ അത് എന്താ പറയുക, നമ്മുടെ കൃഷിക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അത് ഒരുപക്ഷെ ക്യാൻസർ പോലുള്ള മറ്റു രോഗങ്ങൾക്കൊക്കെ ഇടയാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഒരർത്ഥത്തോളം ഒരു അളവോളം അത് ശരിയാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അത് മണ്ണിര കമ്പോസ്റ്റിന്റെ ആവശ്യം ഇതിനില്ല. വിളിച്ചതിന് നന്ദി. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ കാർഷിക രീതികളിൽ അനുവർത്തിക്കേണ്ട മാർഗങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വളരെ ചുരുക്കത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഇതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് തുടർന്നും ഈ കൃഷി രീതിയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഈ കോർഡിനേഷൻ കമ്മിറ്റി, നിങ്ങൾ നയിക്കുന്ന കമ്മിറ്റി അല്ലെങ്കിൽ സംഘടന എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? പ്രധാനമായിട്ട് ഇപ്പം നമുക്ക് പല ഏക്കറിന്റെ വർക്ക്ഷോപ്പ് നടത്തുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു വർഷത്തിൽ ഇപ്പോൾ അതിപ്പോൾ വന്നിട്ട് അദ്ദേഹം
അഖിലേന്ത്യാ തലത്തിൽ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം മറ്റു രാജ്യങ്ങളിലും പോയി തുടങ്ങിയിരിക്കുന്നു. കൊളംബോ ആഫ്രിക്കൻ രാജ്യങ്ങളിലും പോകുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു വർഷം രണ്ടൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ ഈ വർഷം 2016 ജനുവരി 3 മുതൽ 10 വരെ തൃശ്ശൂർ വെച്ച് വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് ഞങ്ങൾ. അതിനുള്ള രജിസ്ട്രേഷനൊക്കെ തൃശ്ശൂർ പ്രോപ്പർ അവിടെ തന്നെ ആയിരിക്കും വർക്ക്ഷോപ്പ് നടത്തുക. അതിനുള്ള രജിസ്ട്രേഷനൊക്കെ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. 8 ദിവസത്തെ വർക്ക്ഷോപ്പാണ്. ഈ വർക്ക്ഷോപ്പ് പങ്കെടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് പഠിക്കാനുള്ള അവസരം. അപ്പം നേരിട്ട് കർഷകരിലേക്ക് ഇതിന്റെ വിശദാംശങ്ങൾ എത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വർക്ക്ഷോപ്പുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സംശയമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഇപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. അപ്പം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് അതിഥികളുടെ മേൽവിലാസം പറഞ്ഞു കൊടുക്കുകയാണ്. കൂടുതൽ സംശയമുള്ളവർക്ക് അതിഥിയുടെ മേൽവിലാസം പറയാം. ശ്രീ എം കുര്യൻ, നെടുമ്പറമ്പിൽ ഹൗസ്, പള്ളം PO, കോട്ടയം. ഫോൺ നമ്പർ 9446530839. നമ്മൾ ഇന്ന് ചെലവില്ല കൃഷി അഥവാ സീറോ ബജറ്റ് ഫാമിങ്ങിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നയിച്ചത്. കർഷകന് ആവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായ കാർഷിക രീതി അനുവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും ഉൽപാദനം കൂട്ടണം, നമുക്ക് കഴിക്കാനുള്ള സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കണം, മണ്ണിനെയും പരിസ്ഥിതിയെയും നമുക്ക് സുരക്ഷിതമാക്കി വയ്ക്കണം. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്നതിന് അനുയോജ്യമായ കാർഷിക വൃത്തി മുൻപോട്ട് കൊണ്ടുപോകണം. ഈ രംഗത്ത് കൂടുതൽ ഗവേഷണങ്ങൾ കർഷകരും അവരുടെ പങ്കാളിത്തത്തോടു കൂടി മുൻപോട്ട് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഈ ചർച്ച വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ പങ്കെടുത്ത അതിഥികൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. यूरिया का स्वदेशी उत्पादन 4 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्स। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ निम्नलिखित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി. നെല്ല് സംഭരണം രജിസ്ട്രേഷൻ ആരംഭിച്ചു. നീര ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാളികേര ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്ത് വിപണി കണ്ടെത്തുന്നു. നാളികേര വികസന ബോർഡിന്റെ വാഴക്കുളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിർമ്മിച്ച നീരവാണി, നീര ശർക്കര, നീര ഷുഗർ, സ്പൈസ് ജാഗറി എന്നിവയും കേരടെക്കിന്റെ വെർജിൻ കോക്കനട്ട് ഓയിലും കൊടുങ്ങല്ലൂർ നാളികേര ഉൽപാദക കമ്പനിയുടെ ചിപ്സും അടങ്ങുന്ന 15 കാർട്ടൺ നാളികേര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15-ന് ദക്ഷിണാഫ്രിക്കയിൽ വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരമായി നൽകുമെന്ന് നാളികേര വികസന ബോർഡ് അറിയിച്ചു. നീരയുടെയും നാളികേരത്തിന്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ വിപണി കണ്ടെത്തുന്നതിന് നാളികേര വികസന ബോർഡ് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണിത്. ഇനി കർഷകർക്ക് ആശ്വാസമായി പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി പദ്ധതികൾ. കാർഷിക രംഗത്തിന്റെ സർവതോമുഖമായ ഉന്നമനം ലാക്കാക്കി കർഷകർക്കായി കിസാൻ ചാനൽ ആരംഭിച്ചു. കർഷകർക്ക് SMS വഴി കാർഷിക നിർദ്ദേശങ്ങൾ നൽകി. രാജ്യത്തൊട്ടാകെ മെഗാ ഫുഡ് പാർക്ക് എന്ന പേരിൽ 17 ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് അനുമതി നൽകി. 2000 കോടി മുതൽ മുടക്കുള്ള ഈ സംവിധാനം രാജ്യത്തെ 12 ലക്ഷത്തോളം കർഷകർക്ക് സഹായകമാകും.
നടപ്പ് സാമ്പത്തിക വർഷത്തെ ഒന്നാം സീസണിലേക്കുള്ള സപ്ലൈകോയുടെ നെല്ല് സംഭരണത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് പാടശേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 15 വരെ രജിസ്റ്റർ ചെയ്യാം. സംഭരണ വില കിലോയ്ക്ക് 19 രൂപയാണ്. 2015 ഡിസംബർ വരെയാണ് കാലാവധി. രജിസ്റ്റർ ചെയ്യാൻ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.supplycopadi.in. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 10 മുതൽ 12 തീയതി വരെ ഇറച്ചിക്കോഴി വളർത്തലിലും 19 മുതൽ 21 വരെ മുട്ടക്കോഴി വളർത്തലിലും 24, 25 തീയതികളിൽ ആട് വളർത്തലിലും പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 047924577778. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,700 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 13,200 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 12,300 രൂപ, കൊപ്ര കൊച്ചി 7,930 രൂപ, കൊപ്ര കോഴിക്കോട് 8,300 രൂപ, കൊപ്ര തൃശൂർ 8,290 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,300 രൂപ. ചുക്ക് മീഡിയം 22,750 രൂപ, ചുക്ക് ബസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ സേലം 8,200 രൂപ, മഞ്ഞൾ ഈറോഡ് 8,400 രൂപ, അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,900 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11,600 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,900 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 11,700 രൂപ, കൊപ്ര 7,930 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,300 രൂപ. ചുക്ക് മീഡിയം 22,750 രൂപ, ചുക്ക് ബസ്റ്റ് 23,750 രൂപ, അടയ്ക്ക പുതിയത് 23,500-നും 24,500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 175-നും 200-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 350-നും 400-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 550-നും 900-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 825 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 11,900 രൂപ, ഒട്ടുപാൽ 7,700 രൂപ, ലാറ്റക്സ് 9,000 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന് ഈ വാരം 1,000 രൂപ ഇടിഞ്ഞത് മലയോര മേഖലയിലെ സ്റ്റോക്കിസ്റ്റുകളിൽ പിരിമുറുക്കമുളവാക്കി. ഓഫ് സീസൺ ആയതിനാൽ ഉത്സവ ഡിമാൻഡ് അനുഭവപ്പെടുന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. വിലയിടിവ് വിദേശ ഓർഡറുകൾക്ക് അവസരമൊരുക്കുമെന്ന നിഗമനത്തിലാണ് കയറ്റുമതി സമൂഹം. ചുക്ക് വിലയും കുറഞ്ഞു. ആഭ്യന്തര ആവശ്യം ചുരുങ്ങിയത് ഉൽപ്പന്നത്തെ തളർത്തിയെങ്കിലും വ്യവസായിക ഡിമാൻഡ് എത്തുന്ന കണക്കുകൂട്ടലിലാണ് ഉൽപാദകർ. പച്ച ഇഞ്ചിയുടെ ഉയർന്ന വില വിപണിക്ക് നേട്ടമാകും. ഏലക്ക വില വർദ്ധിച്ചത് വിളവെടുപ്പിന് ആവേശം പകർന്നു. ഹൈറേഞ്ചിൽ ഏലത്തിന്റെ 2ാം റൗണ്ട് വിളവെടുപ്പാണ് പുരോഗമിക്കുന്നത്. ഉത്തരേന്ത്യയിൽ പാചക എണ്ണയുടെ വിലയിടിവ് വെളിച്ചെണ്ണയുടെ മുന്നേറ്റത്തെ ബാധിച്ചു. ചിങ്ങം അടുത്തതോടെ നാളികേര കർഷകർ പ്രതീക്ഷയിലാണ്. അതേസമയം റബ്ബറിന്റെ വില തകർച്ച സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.5, 24.3. കൊച്ചി 30.4, 24.4. ആലപ്പുഴ 32.9, 25. പുനലൂർ 32.5, 24. തിരുവനന്തപുരം 32.4, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.